ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ആധ്യാത്മിക ജീവിതം കടൽ പോലെയാണ്. അത് പരന്നു കിടക്കും. അതിൽ നിന്ന് നീരാവി ഉയരും. അത് മഴയായി പെയ്ത് മണ്ണിനെ കുളിപ്പിക്കും. വിളകളെയും കളകളെയും ഭേദമില്ലാതെ നനയ്ക്കും. സംഗീത ത്രിമൂർത്തികളിൽ ഒരാളായിരുന്നു ശ്യാമശാസ്ത്രികൾ. കാമാക്ഷി അമ്മയുടെ ഭക്തനായിരുന്നു അദ്ദേഹം. നവരത്ന മാലികയടക്കം 300-ലധികം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. കലയുടെ ശാസ്ത്രീയ പദങ്ങളിലൂടെ നമ്മെ ഭക്തിയിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നവയാണ് അത്തരം കീർത്തനങ്ങൾ. ഇനി സന്ധ്യാനാമം കേൾക്കാം. രാജാ രാമചന്ദ്ര ഭഗവാനിക്ക് ജയ്. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാഘവാ മനോഹരാ മുകുന്ദ രാമ പാഹി മാം. രാവണാന്തകാ മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാതിസേവിത ഭാഗ്യവാദിദേ ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. നിൻ ചരിതമോതുവാൻ നിന്നിലോർമ്മ തോന്നണം. പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള. ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമമന്ത്രമോദിടുന്ന നാമയങ്ങൾ നീങ്ങുവാൻ. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. കാൽത്തളീരടിയണ കനിഞ്ഞു കൂപ്പുമെന്നുടെ കാലദോഷമാകവേ കളഞ്ഞു രക്ഷയേകമാ. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. പാരിതേ ദരിദ്ര ദുഃഖമേകിടാതെനിക്കു നീ. ഭൂരിമേധമേഘണം കളഞ്ഞു രക്ഷ ചെയ്യമാം. ശ്രീകരം ഭവിക്കണം എനിക്കു ശ്രീനിധേ വിഭോ. ശ്രീനിധേ ദയാനിധേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഷഷ്ഠിവ്രതം. ഷഷ്ഠിവ്രതത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ഇന്നത്തെ കഥയമമയിലൂടെ.
എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധനാ രീതികളിൽ ഭഗവാനെ ഉപാസിക്കാനായിട്ട് നിരവധി മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ഷഷ്ഠി വ്രതം. ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഷഷ്ഠി വ്രതവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ്. ഷഷ്ഠി എന്നുള്ളത് ഒരു മാസത്തിൽ 2 തവണ വരും, 2 തിഥികളിലായിട്ട്. വെച്ചാൽ വെളുത്ത പക്ഷത്തിലും ഷഷ്ഠിയുണ്ട്, കറുത്ത പക്ഷത്തിലും ഷഷ്ഠിയുണ്ട്. ഈ ഓരോ പക്ഷത്തിലെയും 6ാമത്തെ തിഥിയാണ് ഷഷ്ഠി. 6 എന്നുള്ള സംഖ്യ സുബ്രഹ്മണ്യസ്വാമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട സംഖ്യയാണ്. ഭഗവാനെ വിളിക്കുക തന്നെ ആറുമുഖൻ അല്ലെങ്കിൽ ഷൺമുഖൻ എന്നാണ്. ഭഗവാന്റെ 6 പടൈ വീടുകളെ കുറിച്ച് പറയും. ആ 6 പടൈ വീടുകൾ എന്നുള്ള വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് 6 സ്ഥലത്താണ് ഭഗവാനുള്ളത് എന്ന്. ഇതൊക്കെ നമ്മുടെ ഈ ശരീരത്തിലെ 6 ചക്രങ്ങൾ: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, അതിനു മുകളിൽ സഹസ്രാരം. ഇങ്ങനെ ഈ 6 ചക്രങ്ങളെയാണ് യഥാർത്ഥത്തിൽ അത് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഈ 6 എന്നുള്ള സംഖ്യ സുബ്രഹ്മണ്യസ്വാമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷഷ്ഠി വ്രതത്തിനും ഭഗവാൻ വലിയ തരത്തിലുള്ളൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണോ കൃത്യമായിട്ട് ഷഷ്ഠി വ്രതം എടുത്തിട്ട് എന്നെ ഉപാസിക്കുന്നത് അവർക്ക് എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഭഗവാന്റെ ഒരു പ്രതിജ്ഞ. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തർ എങ്ങനെയാണോ നാരായണന്റെ ഭക്തർ ഏകാദശിയെ കാണുന്നത്, എങ്ങനെയാണോ മഹാദേവന്റെ ഭക്തർ പ്രദോഷത്തെ കാണുന്നത്, അതുപോലെ സുബ്രഹ്മണ്യസ്വാമിയുടെ, മുരുകനെ സ്നേഹിക്കുന്ന ആളുകൾ ഏറ്റവും അധികം പരിപാവനമായിട്ട് കാണുന്ന ഒരു ദിവസമാണ് ഈ ഷഷ്ഠി എന്നുള്ളത്. ഇതിന് 2 തരത്തിലുള്ള കഥകളാണ് പൊതുവിൽ പറയാറുള്ളത്. ഒരു കഥ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ശ്രീ പാർവതി ദേവി ഭഗവാൻ നാഗരൂപത്തിൽ തപസ് ചെയ്യുമ്പോൾ ഭഗവാന്റെ ആ ഒരു പ്രായശ്ചിത്തത്തിൻ്റെ ഒരു പങ്ക് താനും കൂടെ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ ആ അമ്മ ഷഷ്ഠി വ്രതം എടുത്തു എന്നാണ് സങ്കല്പം. ഇതിന് പുറമെ മറ്റൊരു കഥ കൂടി പ്രചാരത്തിലുണ്ട്. ഭഗവാൻ താരകാസുരനെ നിഗ്രഹിക്കാനായിട്ട് പുറപ്പെട്ടു. ആ സമയത്ത് ഭഗവാൻ ദേവന്മാരുടെ സൈന്യത്തിൻ്റെ സൈന്യാധിപനാണ്, ദേവസേനയുടെ അധിപനാണ്. അത് ദേവസേന എന്ന് വിളിക്കപ്പെടുന്ന ഇന്ദ്രന്റെ മകളുടെ ഭർത്താവ് എന്നുള്ള ഭാവത്തിൽ മാത്രമല്ല, ദേവന്മാരുടെ മുഴുവൻ സൈന്യത്തിൻ്റെയും സർവ്വസൈന്യാധിപൻ ഭഗവാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാനെ മുൻനിർത്തിയിട്ടാണ് ഈ താരകനും ശൂരപത്മനുമായിട്ടൊക്കെയുള്ള യുദ്ധം ദേവന്മാർ ചെയ്യുന്നത്. ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ളത് തന്നെ ആ അസുരന്മാരെ കൊല്ലാനാണ്. എങ്കിലും ദേവന്മാർക്ക് തോന്നി തങ്ങളുടെ കൂടെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിലേ ഈ കുട്ടിക്ക് ഈ അസുരന്മാരെയൊക്കെ എളുപ്പത്തിൽ ഒരു തരത്തിലുള്ള അപകടങ്ങളും ഇല്ലാതെ വധിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ട തരത്തിലുള്ള അറിവ് കിട്ടാൻ, ആ കുട്ടിക്ക് വേണ്ട തരത്തിലുള്ള ശക്തി കിട്ടാൻ, ആ കുട്ടി ഇപ്പോൾ ഈ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഈ കാര്യം ഏറ്റവും എളുപ്പത്തിൽ ഒരു പ്രയാസം ഇല്ലാണ്ട് നടക്കാൻ ഞങ്ങളിതാ ഒരു വ്രതം ഇരിക്കണമെന്ന് പറഞ്ഞ് സമസ്ത ദേവന്മാരും അന്നേ ദിവസം ഷഷ്ഠി വ്രതം എടുത്തു എന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. അപ്പോൾ അമ്മ മകനായിട്ട് എടുത്തൊരു പാരമ്പര്യമുണ്ട്. ഭഗവാന്റെ തന്നെ സൈന്യത്തിൽപ്പെട്ട ദേവന്മാർ അവർ ഭഗവാനായിട്ട് അന്നേ ദിവസം ഷഷ്ഠി വ്രതം എടുത്തു എന്നാണ്. ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞു അമ്മമാർ മക്കൾക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ മാറാനായിട്ട് ഷഷ്ഠി വ്രതം എടുക്കാറുണ്ടെന്ന്. ഇവിടെ നോക്കൂ, നമ്മൾ ഏത് കാര്യത്തിനാണോ ഇറങ്ങി പുറപ്പെടാൻ പോകുന്നത് ആ ആരംഭിച്ചിട്ടുള്ള ആ കാര്യം വിജയത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും ഷഷ്ഠി വ്രതം വളരെയധികം എടുക്കുന്നത് നല്ലതാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ പോവുകയാണ്, ഒരു പുതിയ കല പഠിക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു പുതിയ യാത്ര ഒരു സ്ഥലത്തേക്ക് തുടങ്ങാൻ നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ ഇതൊക്കെ ശുഭകാര്യങ്ങളായിട്ടാണല്ലോ കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഈ സമയത്തൊക്കെ ഈ നടക്കാൻ പോകുന്ന കാര്യം ഏറ്റവും മംഗളകരമായി ഒരു വിജയത്തിൽ അത് പര്യവസാനിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഏറ്റവും അധികം താല്പര്യമുണ്ട് എന്നാണ്. കാരണം ഭഗവാനാണ് മുന്നിൽ നിന്ന് നയിക്കുന്ന ദേവനാണ്, സൈന്യാധിപനാണ്. ഭഗവാൻ എപ്പോഴും മുമ്പിലുണ്ടാവുക. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്കുള്ള നമ്മുടെ വേഗത വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞു ഭഗവാന്റെ കയ്യിൽ 3 ശക്തിയുണ്ട്. ഒന്ന് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇത് 3 ഉണ്ടെങ്കിൽ ഏത് കാര്യവും വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ഷഷ്ഠി വ്രതം എടുക്കുന്ന ആൾക്ക് കിട്ടുന്നത് എന്താ? യഥാർത്ഥത്തിൽ മുരുകൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളും നമുക്ക് വളരെ നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കും. നല്ല ഇച്ഛാശക്തി,
ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാനുള്ള ധൈര്യം നമുക്കുണ്ടാവും. ഒരിക്കലും നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കില്ല, ഒന്നിനെയും നമ്മൾ ഭയപ്പെടില്ല, ഒന്നിനെയും നമ്മൾ ആശങ്കയോടുകൂടി കാണില്ല. ആ ഇച്ഛാശക്തി നമുക്കുണ്ടാവും. ആ ഇറങ്ങി പുറപ്പെടാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള നല്ല ധാരണ നമുക്കുണ്ടാവും. അതിലേക്കുള്ള വഴി എന്താണ്, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവും. ആ ജ്ഞാനശക്തിയും നമുക്കുണ്ടാവും. അങ്ങനെ നമുക്ക് നല്ല തരത്തിലുള്ള ആത്മവിശ്വാസമുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുകയും ചെയ്യാം. ഇനി ആ കാര്യം അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്രിയാശേഷിയും നമുക്കുണ്ടാവും. ഇത് ഭഗവാൻ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അത്രേ ദേവന്മാർ ഈ ഷഷ്ടി എടുത്തത്. ഭഗവാൻ അത് പ്രത്യേകിച്ച് ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ഭഗവാൻ ആ ശക്തിയുടെ തന്നെ മകനാണ്. എങ്കിലും നമുക്കാർക്കെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, എല്ലാത്തിലും ഒരു താല്പര്യക്കുറവ്, എല്ലാത്തിനെയും ഭയത്തോടു കൂടി മാത്രം നോക്കിക്കാണുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള ചിന്തയൊക്കെയുള്ള കുട്ടികൾ, യുവാക്കളൊക്കെ ഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണെന്നാണ്. കാരണം ഭഗവാൻ നമ്മുടെ മുമ്പിൽ നിന്ന് നയിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. മനസ്സിൻ്റെ ശുദ്ധി, വാക്കിൻ്റെ ശുദ്ധി, ഒപ്പം തന്നെ ശരീരത്തിൻ്റെ ശുദ്ധി, ഇത് മൂന്നും ഈ സമയത്ത് പ്രാധാന്യമുള്ളതാണ്. സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിലെ ദർശനം പ്രാധാന്യമുള്ളതാണ്. തിരുപ്പുകൾ അല്ലെങ്കിൽ സ്കന്ദപുരാണം പോലത്തെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണത് പ്രാധാന്യമാണ്. ഇതൊക്കെ ഒരു തരത്തിൽ ഭഗവാനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം ഇത്തരത്തിൽ ഷഷ്ടിവ്രതത്തിലെ ഭഗവാന്റെ ആ അനുഗ്രഹത്തെ മുഴുവനായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇന്ന് വ്യാഴാഴ്ച, വിഷ്ണു പ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവനന്തപുരം നഗരത്തിൽ MC റോഡിലൂടെ കിളിമാനൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ മാണിക്കൽ പഞ്ചായത്തിലെ പിരപ്പൻകോട് എന്നൊരു സ്ഥലത്ത് നാം എത്തിച്ചേരും. കേരളത്തിലെ കലാ, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ, കായിക മേഖലകളിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയ പ്രദേശമാണിത്. പാർത്ഥസാരഥിയായി തേർത്തെളിക്കുന്ന ശ്രീകൃഷ്ണന്റെ ശില്പവും ശിരസിലേറ്റി പ്രധാന പാതയുടെ ഇരുവശത്തായി കാണുന്ന കമനീയമായ കമാനം നമ്മെ ആവാഹിക്കുന്നത് പുണ്യപുരാതനമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ഈ പ്രദേശം ഏതെല്ലാം മേഖലയിൽ പ്രൗഢി അറിയിച്ചിട്ടുണ്ടോ അതിനെല്ലാം ആധാരമായി നിലകൊള്ളുന്നു ഈ ക്ഷേത്രം. ആരാധനാലയം മാത്രമല്ല, ഒരു പ്രദേശത്തിന്റെ സംസ്കാരമാണ് ഈ ക്ഷേത്രം. ആനന്ദലോല കൃഷ്ണ, എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ, കാത്തരുളീടു കൃഷ്ണ, കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ. പ്രധാന പാതയിൽ നിന്നും അല്പം താഴ്ന്ന സമതല പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിവിശാലമായ ക്ഷേത്ര അങ്കണവും വട്ടശ്രീകോവിലും കേരളീയ മാതൃകയിൽ നിർമ്മിച്ച നാലമ്പലവും പ്രധാന പാതയുടെ തിരക്കും ശബ്ദ കോലാഹലങ്ങളും തെല്ലും തീണ്ടിയിട്ടില്ലാത്ത ശാന്തതയും നമ്മെ ആകർഷിക്കും. കായാമ്പുവർണ്ണനാം രാജീവലോചന കല്യാണ ചാരു കൃഷ്ണ, ശാന്ത കൈവല്യഭാവ കൃഷ്ണ. പണ്ട് തിരുവിതാംകൂർ രാജകുടുംബം ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങളിൽ കൈമാറുമ്പോൾ തിരുവിതാംകൂറിലെ 8 ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞ് പറ്റി കേട്ടിട്ടുള്ളത്. പുരാതനപരമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും പല ഐതിഹ്യ ഇതിലും ഈ ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് സമീപം അതിവിശാലമായ കുളം. സാധാരണ ക്ഷേത്രക്കുളങ്ങൾ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് അപ്രാപ്യമായാണ് കണ്ടുവരുന്നത്.
എന്നാൽ ഈ ക്ഷേത്രക്കുളം ഒരു നീന്തൽക്കുളം കൂടിയാണ്. കണ്ണന്റെ കരുണാമൃതത്താൽ പൂരിതമായ ഈ ജലാശയത്തിൽ നീന്തിപ്പടിച്ചവർ ആരും തന്നെ ജീവിത മഹാസാഗരത്തിന്റെ തിരകൾക്ക് മുന്നിൽ പകച്ചുപോയിട്ടില്ല. ഇവിടെ പരിശീലിച്ച് സംസ്ഥാന ദേശീയ തലങ്ങളിൽ മത്സര വിജയികളായി പലരും പല വകുപ്പുകളിൽ ഉദ്യോഗം വരിച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രക്കുളമാണെങ്കിലും അതൊരു നീന്തൽക്കുളമായിട്ടാണ് പണ്ട് മുതലേ കാണുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. ആ ക്ഷേത്രക്കുളത്തിൽ നിന്നും ജോലി കിട്ടിപ്പോയവർ ഒട്ടേറെ ഇന്ത്യയിലാകെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലും ഒരു ഇന്ത്യക്കാരൻ പെരപ്പങ്കോട്ടുകാരൻ ഉണ്ടാകുമെന്നുള്ളതാണ്. അമ്പാടിയിൽ കാലിമേച്ച് നടന്ന കണ്ണൻ, ദരിദ്രനായ കുചേലിനെ സ്വീകരിച്ച് പൂജിച്ച കൃഷ്ണൻ, ഇങ്ങനെ വൈവിധ്യമാർന്ന എത്രയോ കഥകളിൽ കേവലം സാധാരണക്കാരുടെ ഒപ്പം ജീവിച്ച മനുഷ്യനായ ദൈവത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. അതേ സങ്കല്പമാണ് നമുക്ക് ഇവിടെയും കാണാനാവുക. ജാതി മത വർണ്ണ അർത്ഥവ്യവസ്ഥകളാൽ വേറിട്ട് കാണാത്ത തരത്തിൽ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ദേവനായി ഈ കൃഷ്ണൻ ഇവിടെ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ നാരിലും ഞരമ്പിലും തൂണിലും തുരുമ്പിലും എല്ലാം ശ്രീകൃഷ്ണ സാന്നിധ്യമുണ്ട്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ക്ഷേത്രോൽപത്തിയെപ്പറ്റി നിലനിൽക്കുന്ന ചില ഐതിഹ്യങ്ങളുണ്ട്. പണ്ട് തനിക്ക് കുടിയിരിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി വരാൻ കൃഷ്ണൻ ഭൂതത്താനെ നിയോഗിച്ചു. ഇവിടെ എത്തിയ ഭൂതത്താൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തുകയും ഇവിടം വിട്ടു പോകാൻ മടിച്ച് ഇവിടെ കുടിയിരിക്കുകയും ചെയ്തു. ഭൂതത്താൻ മടങ്ങി വരാത്ത സാഹചര്യത്തിൽ അന്വേഷിച്ചെത്തിയ കൃഷ്ണൻ കുപിതനാകുകയും മഴയും മഞ്ഞും വെയിലുമേറ്റ് കഴിയാൻ ഭൂതത്താനെ ശപിക്കുകയും ചെയ്തു. ഗോവർദ്ധനത്തെ വിരൽത്തുമ്പിലുയർത്തിയ കണ്ണന് താണുകിടക്കുന്ന സമതലവും തന്റെ സാന്നിധ്യത്തിൽ ഉയർന്നു വരും എന്നറിയാമായിരുന്നതിനാൽ അവിടെ കുടിയിരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ ഇവിടെ കൃഷ്ണക്ഷേത്രം വരുന്നതിന് മുൻപ് തന്നെ ഗോത്രവർഗാരാധനയുടെ ഭാഗമായ ഭൂതത്താൻ ആരാധിക്കപ്പെട്ടിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. കാലാനുസൃതമായ പുതുക്കിപ്പണിയലുകൾ ഏത് ക്ഷേത്രത്തിലും എന്ന പോലെ ഇവിടെയും നടന്നിട്ടുണ്ടാകാമെങ്കിലും പ്രാചീനതയുടെ കൈപ്പാടുകൾ മായ്ച്ചു കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രോൽപത്തിയുടെ കാലഗണനയ്ക്ക് സഹായകമായ ചില അംശങ്ങൾ ഇന്നും ഇവിടെ കാണുന്നു. ഏതാണ്ട് 12-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെയും അനുബന്ധ നിർമ്മിതികളുടെയും മേൽക്കൂരയിലെ കഴുക്കോലുകളിൽ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളും കൊത്തുപണികളും മറ്റും ആ കാലത്തിൻ്റെ ശൈലികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പടി, കുമുദപ്പടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഞ്ചവർഗ്ഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഏറ്റവും പഴക്കമുള്ള രീതിയിലാണ്. ക്ഷേത്രത്തിൻ്റെ ഓരോ കഴുക്കോലിലും കൊത്തിവെച്ചിരിക്കുന്ന വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചിത്രങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരുശില്പങ്ങൾ ഭംഗിയായിട്ടും മികവുറ്റതായിട്ടും ചെയ്തിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. പക്ഷേ അത് രാവിലെ വന്ന് നോക്കിയാൽ മാത്രമേ അതിന് നമുക്ക് ഭംഗിയും ബാക്കിയുള്ള കാര്യങ്ങളും അതറിയാനും ആസ്വദിക്കാനും പറ്റുള്ളൂ. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിശേഷമായിട്ടും കാണാൻ പറ്റുന്നതാണ്. എല്ലാവരും വന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ, ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുത് മാത്രം പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രം പോരാ, ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ ചൈതന്യത്തിനൊപ്പം ചുറ്റുമുള്ള കാര്യങ്ങളുടെ ശ്രദ്ധിക്കാനുള്ള അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക. ഗണപതി, ഭൂതത്താൻ, നാഗദൈവങ്ങൾ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതമാർ. മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ ആരംഭിച്ച് 10-ാം ദിനത്തിൽ ആറാട്ടോടെയാണ് ഇവിടെ ഉത്സവം അവസാനിക്കുന്നത്. ഈ 10 ദിനങ്ങൾ ഈ ക്ഷേത്രാങ്കണം കലാസാംസ്കാരിക മേഖലകൾക്കുള്ള വേദിയാകുന്നു. സമീപ പ്രദേശങ്ങളിലെ പല ആരാധനാലയങ്ങളുടെയും ഉത്സവങ്ങളിൽ ഈ ക്ഷേത്രം ഭാഗമാകാറുണ്ട്. ഇത് പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഉത്സവം എന്ന് പറയുന്നത് മീനമാസത്തിലെ രോഹിണിക്കാണ് കൊടിയേറുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസം ഉത്സവമാണ്. മുളപൂജയായിട്ടുള്ള ഉത്സവമാണ് ഇവിടെ നടന്നു വരുന്നത്. ഇവിടെ വന്ന് തൊഴുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം പ്രദാനം ചെയ്യുന്ന കണ്ണനാണുള്ളത്.
ആധുനിക കാലഘട്ടത്തിൽ ആരാധനാലയങ്ങൾ എങ്ങനെയാകണമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഭഗവത്ഗീതയിലൂടെ കർമ്മകാണ്ഡത്തിന് വ്യാഖ്യാനം നൽകിയ കണ്ണൻ ഇവിടെ കുടികൊള്ളുന്നു, ഒരു ദേശത്തിൻ്റെ ഐശ്വര്യദീപമായി. നമ്മളെക്കാൾ ശക്തിയുള്ളവരോട് പോരടിക്കുന്നത് നാശം വിളിച്ചു വരുത്തും. ദുർബലരോട് പോരടിക്കുന്നത് ദ്രോഹമാണ്. തുല്യശക്തികൾ പോരടിച്ചാൽ രണ്ടും തകരും. അതുകൊണ്ട് തന്നെ മത്സരവും പോരും അത് ആരോട് തന്നെയായാലും ഫലം ദുരിതപൂരിതമായിരിക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.